പക്രു, ഇടയ്ക്കിടയ്ക്ക് എവിടേക്കാ ഈ മുങ്ങുന്നേ? പുതിയ എന്തെങ്കിലും ഏടാകൂടെ ഒപ്പിക്കാനുള്ള പണിയാവും. എന്തായാലും സാരമില്ല, അപകടത്തിലൊന്നും ചെന്ന് ചാടാതിരുന്നാൽ മതി. എന്ത് ഏടാകൂടമായാലും അവൻ അവസാനം കറങ്ങി നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. മോശമായി പോയി, ഇത് പക്ഷഭേദമാണ്. അയ്യടാ, അല്ല, ഞാൻ ദൈവത്തിനോടൊരു പരാതി പറയുകയായിരുന്നു. അല്ലേ? ആണ്. എന്തു പരാതി? അല്ല, ദൈവം നമുക്ക് കുറച്ച് കളർ കൂടി തന്നിരുന്നെങ്കിലേ എന്നെ കാണാൻ എന്തൊരു സുന്ദരനായേനെ. ഈ കാക്ക എന്ന് വിളി കേട്ട് മടുത്തു. നമ്മൾ ഇന്നലെ ആഹാരം കഴിക്കാൻ പോയ ആ വലിയ വീട്ടിലെ കൂട്ടിലെ കിളികൾ കണ്ടോ? എന്തു രസമാവറ്റകളെ കാണാൻ. പേരും ഗംഭീരം, ലവ് ബേർഡ്സ്. കേൾക്കാൻ തന്നെ എന്തൊരു താളം. നമ്മളോ വെറും കാക്ക, കുന്തം. അയ്യടാ, ഈ വയസ്സാം കാലത്താ ഒരു സൗന്ദര്യബോധം. നിന്നോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എങ്ങനെയെങ്കിലും കുറച്ച് സൗന്ദര്യം വെക്കണം. എടി, ഞാനേ പുറത്തേക്ക് പോവാണേ. സൗന്ദര്യം വെക്കാൻ എന്താ ഒരു എളുപ്പ വഴി? എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. ആദ്യം എന്തെങ്കിലും ആഹാരം കിട്ടുമോന്നറിയണം. നല്ല വിശപ്പുണ്ട്. ഗ്യാസ് ഗ്യാസ്. ഇവന്റെ കയ്യിൽ ആഹാരം എന്തെങ്കിലും കാണാതിരിക്കില്ല. എന്തായാലും ഇവന്റെ പുറകെ പോകാം. വീടിനകത്തേക്ക് കയറുന്നത് വന്തിയല്ല, പിന്നിലെ ജനാല വഴി നോക്കാം. എടാ പക്രു, ഞാൻ പറഞ്ഞ സാധനമൊക്കെ കിട്ടിയോ? നായ്ക്കരുണപ്പൊടി ഒഴികെ ബാക്കി എല്ലാം കിട്ടി. നീ പോയപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു ഏതെങ്കിലും ഒന്ന് കിട്ടൂലാന്ന്. അല്ല പ്രൊഫസറെ, എന്താ പുതിയ പരീക്ഷണം? പുതിയ പരീക്ഷണം? എന്നെ തടിയൻ, കണ്ണുപൊട്ടൻ എന്ന് പിടിച്ചു നടക്കുന്നവർക്ക് ഒരു പണി. ഞാനും നീയും ഒഴികെ ബാക്കി എല്ലാവരും വിരൂപർ. എന്തു പറയുന്നു? എന്റെ ദൈവമേ, ഇവൻ എന്തിനുമുള്ള പരിപാടിയാ? എന്തിനാ ആളുകളെ വിരൂപരാക്കുന്നത്? നമുക്ക് മറ്റുള്ളവരെക്കാൾ സുന്ദരന്മാരായാൽ പോരെ? അത് ശരിയാണല്ലട പക്രു. അവൻ പറഞ്ഞതാ ശരി. ദൈവമേ, നീ കാത്തു. അല്ലെങ്കിലേ കറുപ്പ്. ഇനി അതും പോരാൻ ഒന്നുകൂടി വിരൂപനായാലോ? ഓർക്കാൻ കൂടി വയ്യ, പേടിയാകുന്നു. സാധാരണ പ്രൊഫസർ ഡിക്രൂസ് ആരുടെയും അഭിപ്രായം എടുക്കാറില്ല. പക്ഷേ ഈ തവണ ഞാൻ അത് തെറ്റിക്കുന്നു. നീ പറഞ്ഞതാ അതിന്റെ ശരി. അതിനെന്താ ഒരു വഴി? പ്രൊഫസർ ഒരു വലിയ പ്രൊഫസർ അല്ലേ, എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. ഈശ്വര, ഇവന് വേഗം വഴി കണ്ടെത്താൻ പറ്റണേ. എന്നാൽ ഞാനും സുന്ദരനാകും. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു വഴി കണ്ടെത്തണം. എന്നാലും നമ്മുടെ പക്രു നമ്മൾ മറന്നോ? എനിക്കും ഇപ്പം അങ്ങനെ തോന്നുന്നുണ്ട്. എന്തായാലും അവനെ നമ്മുടെ കയ്യിൽ കിട്ടാതിരിക്കില്ല. ദേ വരുന്നു പക്രു. കയ്യിലൊരു കവറുമുണ്ടല്ലോ. ശബ്ദമുണ്ടാക്കല്ലേ, നമ്മളെ കണ്ടാ ചിലപ്പോൾ അവൻ ഓടിക്കളയും. അത് ശരിയാ. നിങ്ങൾ ശബ്ദമുണ്ടാക്കാതെ വാ. ആ മരത്തിന് പുറകെ മറഞ്ഞു നിന്ന് നമുക്ക് അവനെ വട്ടം പിടിക്കാം.
മരിച്ചോ? ഒരു വലിയ കല്ലെടുത്ത് തലക്കെറിഞ്ഞിട്ട് വേദനയുണ്ടോന്ന് ചോദിക്കും പോലെ ഉണ്ട്. സോറി ബക്രു. അല്ല ബക്രു, നിന്നെ ഇപ്പൊ കാണാറേ ഇല്ലല്ലോ. ഹാ, ഞാൻ അല്പം തിരക്കിലായി പോയി. ഓ, അത് ഞാൻ നിങ്ങളോട് പറയണമെന്ന് നിയമമുണ്ടോ? അതൊന്നുമില്ല, എങ്കിലും ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. അത് എനിക്കിപ്പോ പറയാൻ സൗകര്യമില്ല. അവൻ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ഇനി ആ പഴയതുപോലെ ആ ഡിക്രൂസിന്റെ കൂടെ നിന്ന് എന്തെങ്കിലും ഒപ്പിക്കാനുണ്ടോ? ഇവൻ എന്തിനുള്ള പുറപ്പാടാ? ആ ഡിക്രൂസിനൊപ്പമുള്ള പരിപാടിയാണെങ്കിൽ എന്തെങ്കിലും കുഴപ്പം പിടിച്ച പരീക്ഷണങ്ങളായിരിക്കും. സുന്ദരൻ ഞാനും സുന്ദരൻ നീയും ചേർന്നിരുന്നാൽ തിരുവോണം. നിങ്ങൾക്ക് വട്ടായോ? നിനക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. 2 ദിവസം കഴിയുമ്പോ നീ ഇതൊക്കെ മാറ്റി പറയും, ഉറപ്പ്. 2 ദിവസം കഴിഞ്ഞാൽ എന്താ? അതൊക്കെയുണ്ട്. പറയൂന്നേ. 2 ദിവസം കഴിഞ്ഞാൽ ഈ ഞാനല്ലാതെയാകും. അങ്ങനെ ആകൂ? എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലാകില്ല. എനിക്ക് സൗന്ദര്യം വെക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ എന്നെ കളിയാക്കിയില്ലേ? അതിനിപ്പോൾ എന്താ? അതിനൊരു മാർഗം തുറന്നു വന്നിട്ടുണ്ട്. എന്ത് മാർഗം? അതൊക്കെയുണ്ട്, പറയില്ല. ദേ, വെറുതെ ഓരോന്ന് ചെയ്ത് പണി വാങ്ങി വെക്കണ്ട. അസൂയൊന്നും വേണ്ട, നീ നോക്കിക്കോ. എടാ പക്രു, സുന്ദരനാവാനുള്ള വഴി ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എന്താ അത് പ്രൊഫസറെ? നമ്മുടെ ലോകത്ത് എത്രയോ സൗന്ദര്യമുള്ള ജീവികളുണ്ട്, വസ്തുക്കളുണ്ട്. അതിന് അങ്ങനെയുള്ള ജീവികളെയും വസ്തുക്കളെയും കണ്ടെത്തി അവരുടെ ജീനുകൾ ഉപയോഗിച്ച് ഒരു മരുന്നുണ്ടാക്കുക. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഓ, ഗംഭീരം തന്നെ. മൃഗങ്ങളുടെ ജീൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അവറ്റകളെ കൊല്ലുക എന്ന് തന്നെയാ. എങ്ങനെയെങ്കിലും ഇത് തടഞ്ഞേ പറ്റൂ. പക്ഷെ എങ്ങനെ? വഴിയുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. നിങ്ങൾ പേടിക്കേണ്ട കൂട്ടുകാരെ, ദൈവം ആരെയും കൈവിടില്ല. കുഞ്ഞുമാലാഖമാരെ, ഞങ്ങൾ എത്തി സറാഫേ. ഇത് ഞങ്ങൾ ഏറ്റു. നിങ്ങൾ കുഞ്ഞുമാലാഖമാർ പറയുന്നത് പോലെ ചെയ്യുക. നമുക്ക് കാണാം. പക്രു, നീ എവിടേക്കാ? ഞാനൊരു സ്ഥലം വരെ പോകുന്നു. എന്താ പക്രു, നീ എവിടേക്കാ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പക്രു, നിനക്ക് വേറെ പണിയില്ലേ? ആ ഡിക്രൂസിന്റെ വാക്കും കേട്ട് നടക്കുന്നെന്തിനാ? ജീൻ എടുക്കാനാണെന്ന് പറഞ്ഞ് നീ എന്തിനാ ആ പാവം ജീവികളെ കൊല്ലാൻ പോകുന്നത്? ദൈവം തന്ന ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല പക്രു. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചെയ്തിട്ട് സൗന്ദര്യം കിട്ടിയില്ലെങ്കിലോ? പ്ലീസ് പക്രു, നീ ഇത് ചെയ്യരുത്. ഞാനിത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ആ ഡിക്രൂസ് എന്നെ എന്തെങ്കിലും ചെയ്യും. അത് നീ പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ സംരക്ഷിച്ചോളാം. അതൊക്കെ പോട്ടെ, ഏതൊക്കെ ജീവികളുടെ ജീനാ അവന് വേണ്ടത്? ഭംഗിക്കായി മയിലിന്റെ, ശക്തിക്കായി ആനയുടെ, സുഗന്ധത്തിനായി കസ്തൂരിമാനിന്റെ, ശൗര്യത്തിനായി കടുവയുടെ. ഈ മൃഗങ്ങളുടെയൊക്കെ ജീന് നീ എങ്ങനെ എടുക്കും? അവൻ എന്റെ കയ്യിൽ ഒരു തോക്ക് തന്നിട്ടുണ്ട്. അതിനകത്തുള്ള മരുന്ന് അന്തരീക്ഷത്തിൽ പരന്നാൽ എല്ലാ മൃഗങ്ങളും ബോധം കെടും. അങ്ങനെ ബോധം കെടുന്ന മൃഗങ്ങളെ ഡിക്രൂസിന്റെ ആളുകൾ വന്ന് കൊല്ലുകയോ കൂട്ടിലാക്കുകയോ ചെയ്യും. എന്നിട്ട് ആ മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് അവർക്കാവശ്യമുള്ള ജീനുകൾ എടുക്കും. പക്രു,
ദൈവം നമുക്ക് തന്ന ജീവൻ എടുക്കുന്നത് പാപമല്ലേ? നീ ഇതിന് കൂട്ടു നിൽക്കരുത്. അതേ പക്രു, നീ നല്ല കുട്ടിയല്ലേ. നീ ഒരിക്കലും മറ്റുള്ള ജീവികളെ ദ്രോഹിക്കരുത്. ഞാൻ എന്തു ചെയ്യാനാ കൂട്ടുകാരെ? ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് ചെയ്യും. മാത്രമല്ല അവൻ എന്നെ നന്നായി ദ്രോഹിക്കുകയും ചെയ്യും. നീ പേടിക്കണ്ട, അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. അവൻ പറഞ്ഞ കാര്യം നീ കൊണ്ടു നൽകണം. പക്ഷേ ഞങ്ങൾ പറയുന്ന പോലെ. പക്ഷേ ആ വേട്ടക്കാർ അവരെന്നെ വഴിയിൽ കാത്തു നിൽക്കുകയാണ്. അവരെ നമുക്ക് ഒഴിവാക്കാം. നീ വാ. അതാ അവർ. ആ പയ്യനെ കാണുന്നില്ലല്ലോ. അല്ല, ഇനി വരാതിരിക്കുവോ? ഏയ്, അങ്ങനെയാകില്ല. ഡിക്രൂസ് പറഞ്ഞത് ജീൻ എടുത്ത ശേഷം മൃഗങ്ങളെ തിരികെ കാട്ടിൽ വിടണമെന്നാ. അത് തീരുമാനിക്കുന്നത് അവനാണോ? നമ്മൾ അവന് വേണ്ടത് കൊടുക്കും, കാശും വാങ്ങും. പിന്നെ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാ. അതെ അതെ, ആനക്കൊമ്പിനും പുലിത്തോലിനും മയിലിണയ്ക്കുമൊക്കെ ഇപ്പൊ എന്ത് മാർക്കറ്റാണെന്നറിയോ? കേട്ടില്ലേ പക്രു? ആ പാവം മൃഗങ്ങളെ കൊല്ലാൻ നിനക്കും കൂട്ടു നിൽക്കണോ? എന്നോട് ക്ഷമിക്കൂ കൂട്ടുകാരെ. സാരമില്ല പക്രു. ഇവരെ നമ്മൾ എങ്ങനെ ഓടിക്കും? അതിന് വഴിയുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. കൂട്ടുകാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇവരെ തുരത്തുന്ന കാര്യം എനിക്ക് വിട്ടേക്കൂ. ആ പ്രശ്നം തീർന്നു. ഇനി ഡിക്രൂസ്. അതിനും വഴിയുണ്ട് കുഞ്ഞുമാലാഖമാരെ. പക്രു, നീ ഈ ജീനുകൾ ഡിക്രൂസിന് നൽകുക. ബാക്കി നമുക്ക് നേരിട്ടു കാണാം. ആ പയ്യൻ ജീനുമായി ഇപ്പൊ ഇതുവഴി വരും. അവൻ വരുമ്പോൾ ഞാനും അവനോടൊപ്പം ആ പ്രൊഫസറിന്റെ വീട്ടിലേക്ക് പോകും. മരുന്ന് കുടിച്ചാൽ പിന്നെ ഞാനും സുന്ദരൻ. അയ്യോ, ഉളുക്കിപ്പോയി. നിങ്ങൾക്ക് വട്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോളൂ, ഞാനൊന്നും പറയുന്നില്ല. ഇതേ അവന്. ഞാൻ ഇപ്പൊ വരാം. എന്തായാലും എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആ പക്രുത് എവിടെ പോയി കിടക്കുന്നു? ഇനി പതിവ് പോലെ ഇതും ചാളാവോ? സാധനം കിട്ടിയില്ലേ? മിടുക്കൻ. ഇനി നോക്കിക്കോ, നമ്മളാണ് ഈ ലോകത്തിലെ സുന്ദരന്മാർ. റെഡി? ഞാനിതാ സുന്ദരനാവാൻ പോകുന്നു. ഞാൻ അല്പം കഴിഞ്ഞിട്ട് കുടിച്ചോളാം. ഇപ്പോൾ പ്രൊഫസർ സുന്ദരനായിക്കോളൂ. ഞാനത് തട്ടിപ്പറിച്ച് കുടിച്ചാലോ? ഒന്ന് ചുമ്മാതിരിക്കെ, ആദ്യം എന്താ സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ. അയ്യേ, ഇതെന്ത് രൂപം? നിങ്ങൾക്കും സുന്ദരനാകണ്ടേ? വേഗം ചെല്ലൂ.
അയ്യോ, എനിക്കെന്റെ ഈ രൂപം മതിയേ. എടാ പക്രു, എങ്ങനെയുണ്ട്? പിന്നെ അടിപൊളിയല്ലേ, പോയി കണ്ണാടി നോക്ക്. എടാ പക്രു, എനിക്ക് വേറെ പണിയുണ്ട്. പാവം ജീവികളെ ദ്രോഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എടാ പക്രു, ഇനി ആരെയും ദ്രോഹിക്കില്ല എന്ന് 10 പ്രാവശ്യം പറയ്. ഇനി ഞാന് ആരെയും ദ്രോഹിക്കില്ല. സെറാഫിൻ, ആ ഡിക്രൂസിന് അവന്റെ യഥാർത്ഥ രൂപം തിരിച്ചു കിട്ടില്ലേ? തീർച്ചയായും കിട്ടും, നിങ്ങൾ പേടിക്കേണ്ട. ഇനി ഞാന് ആരെയും ദ്രോഹിക്കില്ല. ദൈവത്തിന്റെ പദ്ധതികൾ തകിടം മറക്കരുത്.